ഹലോ ഗൈസ്, വെൽക്കം ടു ആർട്ട് ഓഫ് ICT മലയാളം. ഇന്നു മുതൽ നമ്മൾ ഗോൾഡിന്റെ ഡെയിലി ചാർട്ട് അനാലിസിസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് പുറമെ വേറെ ഏതെങ്കിലും ഇൻഡെക്സിലെ അനാലിസിസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. നമ്മൾക്ക് അതും കൂടി ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അത് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ഈ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഇന്നും നാളെയുമായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം ചാർട്ട് വെച്ച് നോക്കാം. ഇനിയിപ്പോൾ വരാനുള്ള പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12:15 ഫെഡ് ചെയർമാൻ പവലിന്റെ ഒരു സ്പീച്ച് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ന്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ന്യൂസ് പവലിന്റെ സ്പീച്ച് വളരെ പോസിറ്റീവായ ന്യൂസ് ആണ് എങ്കിൽ അത് ഡോളറിനെ വളരെ കരുത്തുറ്റതാക്കുകയും ഗോൾഡ് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. അപ്പോൾ സ്പീച്ച് ന്യൂസ് റിലേറ്റഡ് ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. സ്പീച്ച് പോസിറ്റീവ് ആണെങ്കിൽ അതെന്താവും, ഡോളറിനെ മുകളിലോട്ട് എടുക്കുകയും ഗോൾഡ് താഴോട്ട് വരാൻ ചാൻസ് കാണുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. 12:15 ന്യൂസ് വരാനുള്ളത്, ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഇന്ന് വരാനുള്ള ന്യൂസ് ഇല്ല. പിന്നെ നമുക്ക് വരാനുള്ള നാളെ ഒരു ന്യൂസാണ് 7 മണിക്ക്. USD റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഒരു അൺഎംപ്ലോയ്മെന്റ് ക്ലയന്റ് ന്യൂസാണ്. ആ ന്യൂസും ശ്രദ്ധിക്കേണ്ട ന്യൂസാണ്. നാളെ 7 മണിക്കാണ് ആ ന്യൂസ് വരുന്നത്. ആ ന്യൂസും എന്താക്കണം, ശ്രദ്ധിക്കണം. ആ ന്യൂസിൻ്റെത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണത്. അതായത് ആക്ച്വൽ എന്താണ് അതിനെ ഫോർകാസ്റ്റ് ചെയ്തതിനെക്കാട്ടും ലെസ് ആയിട്ടാണ് അതിൻ്റെ ആക്ച്വൽ വരുന്നതെങ്കിൽ അത് എന്താകും, കറൻസിക്ക് ഗുഡാവും. അത് കറൻസിക്ക് ഗുഡാവുമ്പോൾ അതിന് ഗോൾഡിനെ നെഗറ്റീവായി ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും ശ്രദ്ധിക്കുക. നാളെ 7 മണിക്കാണ് ന്യൂസ് വരുന്നത്. അപ്പം പ്രധാനപ്പെട്ട വരുന്ന 2 ന്യൂസാണ്. ഒന്ന് നാളെ 7 മണിക്കും ഒന്ന് ഇന്ന് 12:15 വരുന്ന 2 ന്യൂസ്. ഈ 2 ന്യൂസും ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യുക. ആ സമയത്ത് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വോളറ്റാലിറ്റി ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. നമുക്ക് നേരെ ഇനി ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് വീക്ക്ലി ചാർട്ടിലേക്കാണ്. വീക്ക്ലി ചാർട്ടിൽ നമ്മൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വീക്ക്ലി ചാർട്ടിൽ നമ്മൾക്ക് എന്താകുന്നുണ്ട്, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താകുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞ സ്കാനിൽ എന്തായുണ്ട്, താഴോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ബെയറിഷ് സ്ട്രക്ചർ വന്നിരുന്നു. പക്ഷേ ആ സ്ട്രക്ചർ തിരിച്ചുണ്ടാകേണ്ടത് ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കവർ ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെയും എന്താണ്, അവിടെ കൺസോൾട്ടേഷൻ ആയിട്ട് ഈ 2 ആഴ്ചയായിട്ട് ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നാണ് ഡെയിലി ചാർട്ട് നമ്മോട് പറയുന്നത്. നമുക്ക് നേരെ ഇനി വീക്ക്ലി ചാർട്ട് നമ്മോട് പറയുന്നത്. നമുക്ക് ഇനി ഡെയിലി ചാർട്ടിലേക്ക് പോയി നോക്കാം. ഡെയിലി ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആഫ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് ഓരോ സ്വിംഗ് ഉണ്ടാക്കി എന്തൊക്കെയാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നായിരുന്നു. അവിടെ ഉണ്ടാക്കി ഒരു സ്ട്രക്ചർ ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡെയിലി ചാർട്ടിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഡെയിലി ചാർട്ടിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വിംഗ് ഇതായിരുന്നു. അവിടുന്ന് ആ സ്വിംഗ് കട്ട് ചെയ്തു, താഴോട്ടേക്ക് ഒരു ബെയറിഷ് മൊമെന്റ് കാണിച്ചു തന്നു. ആ സ്വിങ്ങിനെ കവർ ചെയ്ത് മുകളിലേക്ക് പോയില്ല. പിന്നെയും സ്വിംഗ് താഴോട്ട് വന്നു. ആദ്യം ഉണ്ടാക്കിയ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു വീക്ക്ലി സപ്പോർട്ടിൽ നിന്ന് താഴോട്ടേക്ക് എന്താക്കി ക്യാൻഡിൽ താഴോട്ട് വന്നു. ഇവിടെ OBയിലേക്കാണ് മാർക്കറ്റ് വന്നിരുന്നത്. വീക്കിൽ ഒരു OBയിൽ നിന്ന് മാർക്കറ്റ് എന്തായി, തിരിച്ചു പോവുകയാണ് ചെയ്തത്.
ഡെയിലി OBയിൽ നിന്ന് മാർക്കറ്റിന്റെ റിട്ടേൺ പോവുകയാണ് ചെയ്തത്. OBക്ക് കളർ റെഡ് ആക്കി കൊടുക്കാം. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മേലെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഉണ്ടാക്കിയ ബേരിഷ് സിംഗ് ഏതായിരുന്നു? ആ സിംഗ് എന്താക്കിയിട്ടുണ്ട്? മാർക്കറ്റ് മുകളിലേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാധാരണ വിക്ക് ക്ലോസ് എടുക്കാറില്ല. ചിലർ വിക്ക് ക്ലോസ് എടുക്കും, ഞാൻ വിക്ക് ക്ലോസ് എടുക്കാറില്ല. ഇതപ്പോൾ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, സ്ട്രക്ചർ ബ്രേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്താക്കുന്നു? കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം? 1, 2, 3, 4, 5, 6, 7 കഴിഞ്ഞ ഈ ഒരാഴ്ച 7 ദിവസമായിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷനിലാണ്. ഒരു 605 എന്നൊരു സപ്പോർട്ട്, അതായത് അതിൻ്റെ മുന്നേ ഉണ്ടാക്കുന്ന വീക്കിലി ഒരു സപ്പോർട്ടായിരുന്നു. ആ വീക്കിലി സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് 605 to 660 എന്ന റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് കഴിഞ്ഞ 7 ദിവസമായി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ്, ഗോൾഡിൻ്റെ മാർക്കറ്റ് നിലനിൽക്കുന്നത്. നമുക്കിനി അത് 4 hourൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ലെവലിലാണ്. പക്ഷെ മാർക്കറ്റ് ഇപ്പോൾ ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ചാർട്ടിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബയാസ് ആണെന്ന് നോക്കുക. എന്താണ് അതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നോക്കുക. മാർക്കറ്റ് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സിനാരിയോയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു ലോ കട്ട് ചെയ്തിട്ടില്ല, മുകളിലേക്കാണ് കാണിക്കുന്നത്. പക്ഷെ എന്താണ് സിനാരിയോ എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഒന്നുകൂടി 4 hourൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് മുകളിലേക്ക് പോയി അവിടെ നിന്ന് എന്താക്കി ഒരു ബേസിക് സെൻഡ് ബാക്ക് തന്നു. ഇവിടെ എവിടെയെങ്കിലും OB ഉണ്ടോ, FH ഉണ്ടോ എന്നൊക്കെയാണ് ഈ 4 hourൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 4 hourൽ ഇവിടെ നമ്മൾക്ക് എന്താക്കുന്നുണ്ട്? ഒരു OB, ഇവിടെ ഒരു OB ഉണ്ട്. ഈ ഒരു പോയിന്റിൽ നമുക്ക് OB കിടക്കുന്നുണ്ട്. അതിന് പുറമെ തന്നെ അതിന് മുകളിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു OB കിടക്കുന്നുണ്ട് 4 hourൽ ചാർട്ടിലാണെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു FEG കിടക്കുന്നുണ്ട്. FEGന്റെ കളർ നമുക്ക് മഞ്ഞയായിട്ട് കൊടുക്കാം. ഏകദേശം മാർക്കറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനം എന്താക്കിയ ബാരിഷ് മോഡിലേക്ക് വന്ന മാർക്കറ്റ് എന്താക്കിയുണ്ട്? ലാസ്റ്റ് എടുത്ത് സപ്പോർട്ട് 2605 എന്നൊരു പോയിന്റിൽ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് എന്താക്കിയിട്ടുണ്ട്? ഒരു ഹൈ ഉണ്ടാക്കി. ഹൈ ലോനെ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്താക്കുന്ന ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുകയാണ്. 2605 to 2650 എന്ന സോണിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 4 hourലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി ഇതിൽ മെയിനായിട്ട് ചാർട്ട് താഴോട്ടേക്ക് വരക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FEG കിടക്കുന്നുണ്ട്. ഫോർ അവറിൽ ഇവിടെ ഒരു FEG കിടക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ മൂവ്മെന്റ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ഒന്നുകൂടി ഡെയിലി ചാർട്ടിലേക്ക് നോക്കാം നമുക്ക് എന്ത് സ്ഥിതി ചെയ്യുന്ന. ഡെയിലി ചാർട്ടിലെ മാർക്കറ്റ് ട്രെൻഡിന്റെ ഉള്ളിലോ
മാർക്കറ്റ് 1 അവറിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു 1 അവറിൻ്റെ ട്രെൻഡ് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് മുകളിലൊരു OP കിടക്കുന്നുണ്ട്. ഇതൊരു ലിക്വിഡേഷൻ പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ എൻ്റെ കാഴ്ചപ്പാടിൽ മാർക്കറ്റ് എന്തൊക്കെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു OP കിടക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബിളി ഒരു 2668 OPന്ന് പിക്കപ്പ് ചെയ്ത് 2550 വരെ ഒരു സെൽ പോയിന്റാണ് ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്നുകൂടി ക്ലാരിറ്റി ചെയ്യാൻ വേണ്ടി നമുക്ക് 1 അവറിലേക്ക് പോയി നോക്കാം. 1 അവറിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കാണാൻ കഴിയും. ഇവിടെ നമുക്ക് എന്താക്കി ഒരു ഇൻഡ്യൂസ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെന്റ് തന്നിട്ടാണ് മാർക്കറ്റ് എന്താക്കി താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. ഒരു ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു സെൽ പോയിന്റ് ഇവിടെ കിട്ടാൻ പ്രോബിലിറ്റി ഉണ്ട്. 2669 ആ ലെവലിൽ നിന്ന് ഒരു സെല്ലിലേക്ക് ഒരു പോയിന്റ് ഓഫ് കാണുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിക്കാം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് 2669 2600 വരെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള പ്രോബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും എന്തൊക്കെ ശ്രദ്ധിച്ച് നോക്കി ട്രേഡ് ചെയ്യാം. നാളെ ഇന്ന് 12 ന്യൂസ് ഉണ്ട്. നാളെ ഒരു 7 മണിക്ക് ന്യൂസ് ഉണ്ട്. ന്യൂസ് നോക്കി എന്തൊക്കെ കണ്ടും പറഞ്ഞ് ട്രേഡ് ചെയ്യാം. ഇതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. നോക്കാം. അപ്പം all of you താങ്ക് യു. എൻ്റെ വീഡിയോയിൽ എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ഒരു ഇത് ചെയ്തു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കാം, തെറ്റുകുറ്റങ്ങളുണ്ട് എങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്താക്കാം എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾക്ക് തുടർന്ന് നമ്മൾ എന്താക്കാം ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. താങ്ക് യു.